കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം ത്തിലുള്ള പഠിപ്പിക്കലുകൾ, ഡിഡാക്റ്റിക് പാസേജസ്, ആ വചനങ്ങളിലൂടെയാണ്, വചന ചുരുക്കങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പുതിയ ധാർമ്മികത, പുതിയൊരു നീതി, പുതിയൊരു വിശ്വാസം, ആ പഴയ മതങ്ങളെ തകർത്തുകൊണ്ടുള്ള പുതിയ വീഞ്ഞ് അതെന്താണ് എന്ന് വിശദീകരിക്കാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്തത്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അനേകം പുതിയ കൽപ്പനകൾ, പുതിയതെന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ശബത്ത് ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശബത്ത് ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ശബത്ത് ലംഘിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ശബത്തിൻ്റെ ആ പുറമേയുള്ള പ്രമാണങ്ങളെ കർത്താവ് അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോയപ്പോൾ ശിഷ്യന്മാർ വിശന്നിട്ട് കതിര് പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ ശബത്തിൽ വിഹിതമല്ലാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ചർച്ചിൽ ചെന്നപ്പോൾ, പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കൈ വരണ്ടൊരു മനുഷ്യനെ കണ്ടു. ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട്, കാരണം നേരത്തെ നമ്മൾ കണ്ടതുപോലെ യോഹന്നാൻ സ്നാപകൻ ചോദിച്ച പോലെ നീ തന്നെയാണോ മെസ്സിഹ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യം ഈ പരീശന്മാരുടെ എല്ലാം ഉള്ളിൽ വരാനൊരു കാരണം കർത്താവ് ഈ നിയമങ്ങളെ ലംഘിക്കുന്നതായിരുന്നു. നിയമങ്ങളെ ലംഘിച്ച്, അതായത് നിയമങ്ങളെ ലംഘിക്കുന്ന പോലെ അവർക്ക് മനസ്സിലാവുന്നു, കാണുന്നു. അപ്പോൾ അവരത് ശബത്തിൽ ഒരിക്കലും ചെയ്യുകയില്ല. ശബത്തിൽ അവർ ചെയ്യാത്ത ഒരു കാര്യം ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് വളരെയധികം ക്രോധമുണ്ടായി എന്നുള്ളതിന് കാരണം ഇവൻ മെസ്സിഹ എന്ന് പറയുകയും ആളുകളെ തെറ്റിക്കുകയും ചെയ്യുന്നു, എന്നാൽ നിയമങ്ങളോ പ്രമാണങ്ങളോ ഒന്നും അനുസരിക്കുന്നതായി കാണുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ക്രിസ്തുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാടോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരുന്നു. അവർ വിരോധമായി ആലോചിച്ചു. കർത്താവിന് വിരോധമായിട്ട് അവർ ആലോചിക്കാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ശബത്ത് എന്ന റൂള് എന്താണ് ശരിക്കും? നമ്മൾ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ അവിടെ കണ്ടതാണ്. ഒരു ശബത്ത് അനുഭവം കർത്താവിൻ്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ കണ്ടതാണ്. ശബത്ത് അനുഭവമാണ് പുതിയ നിയമത്തിൽ, ശബത്ത് ദിവസമല്ല. ശബത്ത് അനുഭവം എന്ന് പറയുന്നത് ക്വൈറ്റ് ഡിഫറൻ്റാണ്. അത് ഒരു ദിവസം മാറിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു 24 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ശബത്ത് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായി എന്നേക്കുമായുള്ള, എപ്പോഴത്തേക്കുമുള്ള ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് പറയുന്നത് കരുണയുടെ പ്രവൃത്തികൾ കർത്താവുമായുള്ള സ്വസ്ഥതയിൽ നമ്മൾ ചെയ്യുന്നതാണ്. യഥാർത്ഥ ശബത്ത് എന്ന് പറയുന്നത് കരുണയുടെ പ്രവൃത്തികളാണ്. കർത്താവ് പിന്നെയും പറയുന്നു, 7-ാം വാക്യത്തിൽ പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ഒരു ലിറ്ററൽ ശബത്തുമായിട്ട് ഒരാൾ ചുമ്മാ ഇരിക്കുക എന്നുള്ളതല്ല. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും റെസ്റ്റ് എടുത്തിട്ടില്ല. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എപ്പോഴും പ്രവർത്തിക്കുന്ന കർത്താവായി തന്നെയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ ഒരിക്കലും റെസ്റ്റ് എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. തളർന്നുറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഫുൾ ടൈം കർത്താവ് എൻഗേജ്ഡാണ്, വർക്കിലാണ്, വേലയിലാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യനോട് കരുണ കാണിക്കാൻ, അതാണ് കരുണ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ. വിശന്ന് കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു കതിര് പറിച്ചു തിന്നു കഴിഞ്ഞാൽ അതിനെ കുറ്റം വിധിക്കുമോ? വരണ്ട കൈയുള്ള ഒരാളെ സൗഖ്യമാക്കി കഴിഞ്ഞാൽ കുറ്റം വിധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പം റിലീജിയന് മുകളിൽ മനുഷ്യത്വം,
നമ്മൾ ഇന്ന് കാണുന്ന ഈ മനുഷ്യത്വമല്ല, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ദൈവികമായൊരു മനുഷ്യത്വം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യത്വം, മറ്റൊരാൾക്ക് വേണ്ടി കരുണ കാണിക്കുന്ന, മറ്റൊരാളെ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യത്വം മതത്തിൻ്റെ എല്ലാ ആചാരങ്ങളുടെയും മുകളിലാണ് എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് അന്നത്തെ കാലം വെച്ച് നോക്കിയാൽ, അന്നത്തെ മതങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാലും വളരെ വ്യത്യസ്തമാണ്, വളരെ പുരോഗമനാത്മകമാണ്. കാരണം ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് നമ്മൾ മനുഷ്യനെ കാണണം എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരു ചട്ടക്കൂടുകളും നമുക്ക് കരുണ കാണിക്കാൻ തടസ്സമല്ല, ഒരു നിയമങ്ങളും നമുക്കൊരു മനുഷ്യനോട് കരുണ കാണിക്കാൻ തടസ്സമല്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ വിശ്വാസികൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, വളരെ തെറ്റായ ചില കാര്യങ്ങൾ. കഷ്ടതയിലിരിക്കുന്ന ആൾക്കാരെ കാണും പറയും, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കും, അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കും. എനിക്കെന്തിനാണ് ഇതിനിടയിൽ, ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല, അവരെ സഹായിക്കാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ കർത്താവ് അവനെ സഹായിക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. പല രീതിയിൽ നമ്മൾ ഈ കരുണയെ മറിച്ച് കളയുന്നുണ്ട്. കർത്താവ് എപ്പോഴും പ്രസാദിക്കും. നമ്മൾ മണ്ടത്തരം കാണിച്ചാലും കുഴപ്പമില്ല, കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല, കുറച്ച് ഈ വീണെടുക്കുന്നയാൾ നാളെ നിങ്ങൾ തല്ലിയിട്ട് പോയാലും കുഴപ്പമില്ല. പ്രധാന കാര്യം എന്ന് പറയുന്നത് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ആ കരുണ മനുഷ്യന് ആ സമയത്ത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും അത് കൊടുക്കുവാനും പറ്റുന്നതാണ് ശരിക്കുമുള്ള ഫെയ്ത്ത്, റിലീജിയൻ എന്ന് പറയുന്നത്. അതല്ലാത്തൊരു മതം, അതായത് കൃത്യമായി മതപരമായ ഒബ്സർവൻസസ് എല്ലാം ചെയ്യുന്ന ആ ഒരു പ്രാകൃത മതത്തോട് ദൈവത്തിന് ഇഷ്ടമില്ല എന്നാണ്. ദൈവം പ്രസാദിക്കുന്ന കരുണയുള്ള ഹൃദയങ്ങളിലാണ്. നിങ്ങൾ കരുണ ചെയ്യുവാൻ നിങ്ങൾ കരുണ ലഭിക്കും, കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നത്. അപ്പോൾ ഈ ഒരു കരുണ ദൈവം എങ്ങനെയാണ് ഈ കരുണയിൽ പ്രസാദിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ ഒരു മനുഷ്യൻ വയ്യാത്തൊരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല, നമ്മൾ ചിന്തിക്കുകയാണ്, എന്നാലും ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ആ പുള്ളിക്ക് ഞായറാഴ്ച വരാമായിരുന്നു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അയാളെ കരുണ കാണിക്കാൻ വേണ്ടി അയാൾ ആരാധന എത്രയും കൂടുതൽ ആരാധനയ്ക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചാലും ഒരു മനുഷ്യനോടുള്ള കരുണ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഈ കരുണ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവികമായൊരു കാര്യമാണ്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ വരണ്ട കൈയുള്ള ഒരാൾ, വരണ്ട കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലാംശമൊക്കെ പോയി എക്സിമ എന്ന് പറഞ്ഞ രോഗം പോലെ, അതാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ ബാധിച്ച ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് വിട്ടുപോയി. ഒത്തിരി പേര് ഇവൻ്റെ പിന്നാലെ ചെന്നു. ആളുകൾ എപ്പോഴും മതമാണ് ക്രിസ്തുവിനെതിരെ, ക്രിസ്തുവിൻ്റെ ലിബറേറ്റഡ് റിലീജിയനെതിരെ എപ്പോഴും മതമാണ്. നമ്മൾ ഒരു ലിബറേറ്റഡ് മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള മതങ്ങൾ നമ്മളെ എതിർക്കും, സഭകൾ നമ്മളെ എതിർക്കും. നമ്മൾ വിചാരിക്കുക ഇല്ലില്ല, ഇവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സംഘമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ശരിക്കും ഒരു ലിബറേറ്റഡ് ക്രിസ്ത്യനായി കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മതങ്ങളിൽ പലതും നിങ്ങൾക്കെതിരെ വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ പരീശന്മാർ കർത്താവിനെതിരെ കൂട്ടം കൂടി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതവുമായിട്ട് ഫിറ്റാകുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മതവുമായിട്ട് ഫിറ്റാണ്. ഈ മതത്തിന് കുറേ ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചട്ടങ്ങൾ എന്ന് പറയുന്നത് ബൈബിളിലുള്ളതൊന്നുമല്ല. പക്ഷെ അതിന് ഫിറ്റായില്ലെങ്കിൽ അവർ കരുണ കാണിക്കില്ല. നമ്മൾ വസ്ത്രധാരണത്തിലോ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിലോ അവർക്ക് ഫിറ്റായില്ലെങ്കിൽ അവർ കരുണ കാണിക്കുകയില്ല. കരുണ കാണിക്കണമെങ്കിൽ യു ഹാവ് ടു ഫിറ്റ് ഇൻ ടു ദെയർ സ്കീം ഓഫ് തിങ്സ്. ഇത് ആണ് കർത്താവ് ശക്തമായിട്ട് എതിർത്തത്. കർത്താവിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഇതിനെല്ലാം എതിരായിരുന്നു. മനുഷ്യരുണ്ടാക്കുന്ന മാമൂലുകൾക്കും പ്രമാണങ്ങൾക്കും എല്ലാം എതിരായിരുന്നു. കർത്താവ് ദൈവത്തിൻ്റെ നീതിയെ ഘനമേറിയ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് വ്യാഖ്യാനിച്ചത്. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ അതിൽ ഒന്ന് കരുണയാണ്. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ അതുതന്നെയാണ് നമ്മുടെ മതം, അതുതന്നെയാണ് നമ്മുടെ വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഫോക്കസിലേക്ക് നമ്മുടെ ആത്മീയത വന്നില്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലെ പരീശന്മാരെ പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രവചന നിവൃത്തിയായിട്ട് മത്തായി പറയുന്നു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും, അവൻ കലയിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആര് തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല, അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. അപ്പം ശരിക്കും യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ ഒരു സമ്മറിയാണിത്. ചതഞ്ഞ ഒരു ഓട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള ഓടയല്ല. ഓട എന്ന് പറയുന്ന ഒരു തണ്ടാണ്, ഈ മരത്തിൻ്റെ തണ്ട്, റീഡ് എന്ന് പറയും. ഇത് ചതഞ്ഞു പോയാലും ഒടിച്ചു കളയില്ല, അതിനെ പിന്നെയും പരിപാലിക്കുന്ന കർത്താവാണ്. അതുപോലെ തന്നെ കലഹിക്കുകയോ നിലവിളിക്കുകയോ അവൻ്റെ ശബ്ദം തെരുവിൽ കേൾക്കുകയില്ല, അത്ര സൈലൻ്റാണ് കർത്താവ്. പല ആൾക്കാരും പറയാറുണ്ട് ആത്മാവ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ ശബ്ദമില്ലാതെ എങ്ങനെ ആത്മാവ് വരുന്നു. ആത്മാവ് വരുമ്പം തീർച്ചയായിട്ടും വന്നുകൂടാതൊന്നുമില്ല, പക്ഷെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം യേശുക്രിസ്തു അങ്ങനെ ശബ്ദമുണ്ടാക്കി നടന്നില്ല. ആത്മാവ് വരുമ്പോൾ കർത്താവ് സൈലൻ്റായിരുന്നു, വളരെ സൈലൻ്റായിരുന്നു. തെരുവിൽ പോലും അവൻ്റെ ശബ്ദമേ കേട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ആത്മപൂർണ്ണനായിരിക്കുന്ന ഒരാൾക്ക് വലിയ ശബ്ദമൊന്നും ഇല്ലാതെയും ജീവിക്കാം, ശബ്ദം ഉണ്ടാക്കിയും ജീവിക്കാം. കാരണം അത് പ്രധാനപ്പെട്ട കാര്യം ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും അനേക സൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. ഇപ്പോൾ കുരുടനും ഊമനുമായ ഒരാൾ, അതൊരു ഭൂതബാധയായിരുന്നു. ഈ ഭൂതങ്ങൾ ബാധിച്ചിട്ട് കുരുടത്വം, കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ, ഭൂതങ്ങൾ ബാധിച്ചിട്ട് ചെവി കേൾക്കാൻ വയ്യാത്ത അവസ്ഥ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലുള്ള ഒരാൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. അതും ഇവർ ഈ ശബത്ത് ദിവസം ശുദ്ധമാക്കിയതുകൊണ്ട് ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്തു. ശബത്ത് ദിവസമായിരുന്നു ഈ ആദ്യത്തെ ശുദ്ധീകരണങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇവർ പരീശന്മാർ വിചാരിച്ചിരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ സൗഖ്യം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അത്ഭുതം നടക്കുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ ആയിരിക്കില്ല, അത് ഭൂതങ്ങളുടെ തലവനായ ബെയിൽസെബൂബിനോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഈ ഭൂതങ്ങളെയൊക്കെ പറഞ്ഞു വിടുന്നതെന്നാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, ഒരു കാരണവശാലും ഒരു രാജ്യത്തിന് അതിനോട് തന്നെ ഛിദ്രിക്കുവാൻ കഴിയില്ല. കാരണം കർത്താവിൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഈ ഒരു ആക്ട് മാത്രമല്ല, സാത്താൻ്റെ രാജ്യങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. ബലവാനെ പിടിച്ചു കിട്ടുന്ന പ്രസംഗങ്ങളായിരുന്നു, ശുശ്രൂഷകളായിരുന്നു. ഇപ്പം ബലവാനെ പിടിച്ചു കിട്ടുന്ന ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ അത് സാത്താൻ്റെ രാജ്യത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ നശിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ഒരു പ്രവൃത്തി, അതായത് ഈ ബന്ധനസ്ഥരെ അഴിച്ചുവിടുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്, അത് സാത്താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് കാര്യം പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി മുമ്പോട്ട് വരുമ്പോൾ ഈ പരീശന്മാരുടെ വളർന്നു വരുന്ന റിബല്യൻ, കർത്താവിനെ നാളെ ക്രൂശിക്കേണ്ട ആൾക്കാരാണ് ഇവർ, അവരുടെ ഉള്ളിൽ വളർന്നു വരുന്ന റിബല്യൻ, എതിർപ്പ്, വയലൻസ് നമുക്ക് പല ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പോൾ അവസാനം കർത്താവ് പറയുകയാണ്, നിങ്ങളെന്നെ എതിർക്കാനുള്ള കാരണം ഈ മോശം വൃക്ഷമായതുകൊണ്ടാണ്, നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങളെന്നെ എതിർക്കാനുള്ള കാരണം നിങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്കൊരു ദുർനിക്ഷേപമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുഷ്ടന്മാരും ദുർനിക്ഷേപമുള്ളവരും, അതായത് ഹൃദയത്തിൽ ദുഷ്ടത നിക്ഷേപിച്ചിരിക്കുന്നവർ ആണ് ദുർനിക്ഷേപമുള്ളവർ. ഹൃദയത്തിൽ ദുഷ്ടത നിരൂപിച്ചിരിക്കുന്നവരും അത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നവരും ആയതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നല്ലത് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. കാരണം ആ ഡിപ്പോസിറ്റിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അധ്യായത്തിലുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ പറയുമ്പോൾ അധ്യായം നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പരീശന്മാർ എന്ന കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരടയാളം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇത്രയൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്കൊരു അടയാളം കൂടെ കാണിച്ചു തരണം. കർത്താവിൻ്റെ അടുത്ത് അടയാളം ചോദിച്ചു തന്നപ്പോൾ കർത്താവ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്നും ആളുകൾ അടയാളം ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നീ ദൈവമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ വിശ്വസിക്കാം, ഈ ഒരു കാര്യത്തിൽ എൻ്റെ കടഭാരം മാറ്റി തരുവാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോകും എന്നൊക്കെ പറയുന്ന അടയാളം ചോദിക്കലാണ്. ചില ആൾക്കാർക്ക് എത്ര അടയാളം കിട്ടിയാലും മതിയാവില്ല. ഇപ്പോൾ തലവേദന എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു, തലവേദന മാറി. പക്ഷെ അതിൻ്റെ കൂടെ പാരസെറ്റമോൾ എടുത്തായിരുന്നു. അപ്പോൾ തലവേദന എങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആദ്യമൊക്കെ പറയും, ദൈവമേ നീ തലവേദന മാറ്റിയതിനായിട്ട് സ്തോത്രം. കുറേ കഴിയുമ്പം ദൈവത്തിൻ്റെ കാര്യം മറക്കും. നമ്മൾ മറ്റാൾക്കാരോട് പറയും പാരസെറ്റമോൾ കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ദൈവം ചെയ്യുന്നുള്ള കാര്യം. അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ മതി, വെള്ളം കുടിച്ചാൽ തലവേദന മാറും. ഓക്കെ, വെള്ളം കുടിച്ചു, പ്രാർത്ഥിച്ചു, തലവേദന മാറി, ദൈവമാണ് സൗഖ്യം കൊടുത്തതെന്ന് അപ്പം നമ്മൾ പറയും. പക്ഷേ കുറേ കഴിയുമ്പോൾ വെള്ളം കുടിച്ചാൽ തലവേദന മാറും എന്നുള്ളൊരു തത്വത്തിലേക്ക് നമ്മൾ വരും. കർത്താവ് എത്ര അത്ഭുതം ചെയ്താലും ഈ വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ അത് ഓർത്തിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നെന്ന് വിചാരിച്ചോ, അത് കുറച്ച് നാളൊക്കെ നമ്മളങ്ങനെ ഇമോഷണലി ഓർത്തിരുന്ന് ദൈവത്തെ അക്നോളജ് ചെയ്യുമെങ്കിലും കുറേ കഴിയുമ്പം അത് നമ്മുടെ മറവിയിലോട്ടങ്ങ് പോകും. അതുകൊണ്ട് ഒരിക്കലും ഈ അടയാളങ്ങൾ വെച്ച ഒരാൾ ദൈവം ആരെന്ന് ഒരു നിമിഷത്തേക്ക് മനസ്സിലാക്കാനല്ലാതെ ദീർഘകാലം കർത്താവിനെ ആ അടയാളങ്ങൾ വെച്ച് മാത്രം അനുഗമിക്കാൻ സാധിക്കില്ല. ഒരു 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അടയാളം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കാരണം എന്താണ്? അയാൾ വിശ്വാസി അല്ല എന്നുള്ളതാണ് എൻ്റെ കാരണം. വിശ്വാസികൾക്ക് ഇത് അടയാളങ്ങളൊന്നും വേണ്ട. വിശ്വാസികൾക്ക് ആത്മാവിലാണ് ആ വിശ്വാസം ഉണ്ടാകുന്നത്, അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ല. അടയാളങ്ങൾ കണ്ടത് ഒരു സൂചന മാത്രമാണ്, നമുക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു സൂചന മാത്രമാണ്. എന്നിട്ട് വിശ്വസിച്ച ശേഷം വീണ്ടും വീണ്ടും കർത്താവ് അടയാളങ്ങൾ ചെയ്ത് കാണിക്കണം, ഒന്നും കൂടെ ഒരടയാളം കൂടെ കാണിക്കാൻ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുമ്പം കർത്താവ് പറയാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത്. നിങ്ങൾ അത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ? ഈ പല ആൾക്കാരും സൗഖ്യം കൊടുക്കുന്ന ഹീലിംഗ് മിനിസ്ട്രീസ് നടക്കുന്ന ക്രൂസൈഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാര്യമായ ഹീലിംഗ് ഒന്നും ഇപ്പോൾ നടക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അവിടെ പോയി ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണെന്നറിയാം? ഇതൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ അടയാളങ്ങൾ അന്വേഷിച്ച് എന്നിട്ട് പറയും, ദൈവം ഉണ്ട് ബ്രദറെ. അപ്പോൾ ഇത്രയും നാൾ അറിയില്ലായിരുന്നു ദൈവം ഉണ്ടെന്നുള്ള കാര്യം. ഈ അടയാളം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം നന്നാകാത്തതുകൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തിൽ ദോഷമുള്ളത് കൊണ്ടാണ്.
ഹൃദയത്തിൽ ദോഷമില്ല, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ അടയാളം അന്വേഷിക്കുന്നത്? കർത്താവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടയാളം അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് കർത്താവ് പറയാണ്, വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ എത്ര അടയാളങ്ങൾ കിട്ടിയാലും വിശ്വസിക്കാത്തൊരു തലമുറ, എത്ര അടയാളങ്ങൾ കിട്ടിയാലും വിശ്വസിക്കാത്തൊരു തലമുറയോട് വീണ്ടും 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 അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. അവർക്ക് യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഇനി ലഭിക്കാൻ പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതായത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല ഈ അടയാളങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ കർത്താവ് അടയാളങ്ങളെ നോക്കുന്നവരെ, അടയാളങ്ങളെ അന്വേഷിച്ച് നടക്കുന്നവരെ അവിശ്വാസികളെന്നും വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയെന്നുമാണ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, എങ്ങനെയാണോ യോന കടലാമയുടെ വയറ്റിൽ ഇരുന്നത്, കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കുന്ന. അപ്പോൾ ഒരു ക്രൂശിൻ്റെ അടയാളം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വേറെ ഒന്നുകൊണ്ടും ഈ വിശ്വാസം ഉണ്ടാവുകയില്ല. അപ്പോൾ യോനയേക്കാളും വലിയവൻ, ശലോമോനേക്കാളും വലിയവൻ ആയിട്ടുള്ള കർത്താവ് വന്നിട്ട് ഇവിടെ വചനം സംസാരിച്ചു, ആരും വിശ്വസിക്കുന്നില്ല. അവർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങളോടെ കർത്താവ് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും അടയാളം അന്വേഷിക്കുന്നു, വിശ്വാസമായി പരിണമിക്കുന്നില്ല. ഇന്ന് പല ഭവനങ്ങളിലും കർത്താവ് ഒത്തിരി അടയാളങ്ങൾ ചെയ്തു എന്ന് സാക്ഷ്യം പറയുന്നവരും പിന്നീട് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. ഒരു കുടുംബം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടായ ശേഷം അവർ ആ സംഭവമേ മറന്നുപോയി. ആൾക്കാർ വിചാരിക്കുമ്പം അവർ അടയാളമൊക്കെ വിട്ടു. ഇനി അടുത്ത അടയാളം ചെയ്യാൻ വേണ്ടിയാണ് അവർ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇതുപോലെ അനേകം ആളുകളുണ്ട്, അടയാളങ്ങൾ അന്വേഷിക്കും, പക്ഷെ വീണ്ടും നിരാശപ്പെട്ട് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 44-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 42 മുതൽ 42-ൻ്റെ അവസാനം അല്ലെങ്കിൽ 43 മുതൽ ഇങ്ങനെ പറയുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. അപ്പം ഈ അവിശ്വാസമുള്ളൊരു തലമുറ, അധർമ്മവും ദോഷവുമുള്ളൊരു തലമുറ, അവിടെ നിന്ന് ഈ വചനം അവർ കേൾക്കുന്നു. വചനം കേൾക്കുമ്പോൾ അവർക്ക് ഒരു കണ്ണു തുറക്കൽ, അതായത് കുറച്ച് കാര്യങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളുന്നു, പക്ഷെ അവർക്കത് പറ്റുന്നില്ല, വേണ്ട. അവർക്ക് വീണ്ടും വീണ്ടും അടയാളങ്ങൾ വേണം. അവർ വിശ്വാസത്തെ റിജക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യൻ്റെ അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേക്കാളും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. അതായത് ഇവിടെ ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ദുരാത്മാവ് പുറത്തുപോയി, എന്നിട്ട് അയാൾ നന്നായില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ ദുരാത്മാവ് വേറെ 7 ആത്മാക്കളെയും കൊണ്ടുവന്ന് ഇയാളുടെ ഉള്ളിൽ താമസിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാണത്, അതും കർത്താവ് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു അർത്ഥം തന്നെയാണ്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചല്ല, ഒരു ദുഷ്ട തലമുറയെക്കുറിച്ച് മുഴുവനാണ്. അതായത് വീണ്ടും വീണ്ടും അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു തലമുറ. അപ്പോൾ അടയാളങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഇവർ ആ വിശ്വാസം എന്ന് പറയുന്ന ആ കാര്യം ജെനുവിൻ അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ആദ്യത്തെ അടയാളത്തിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ രണ്ടാമത്തെ അടയാളത്തിന്, മൂന്നാമത്തെ അടയാളത്തിന്, നാലാമത്തെ അടയാളത്തിനും കിട്ടില്ല. പതുക്കെ 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 എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര അടയാളം കേട്ടാലും വിശ്വസിക്കാത്തവരും വ്യഭിചാരവും ദോഷവുമുള്ള കഠിനഹൃദയമുള്ളവരായിട്ട് അവർ മാറും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടും കൂടെയാണ് കർത്താവ് ഇത് പറയുന്നത്. അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്നാനപ്പെടാൻ തീരുമാനമെടുത്ത ആൾക്കാർ അവസാന നിമിഷം സ്നാനത്തിൽ നിന്ന് പിന്മാറി. പിന്നെ അവർക്ക് സ്നാനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, 30 വർഷമായി. അവർക്ക് പറ്റുന്നില്ല, പക്ഷെ അവർക്ക് സത്യമെന്ന് അറിയുകയും ചെയ്യാം. എത്ര ഭയങ്കരമായ കുഴപ്പമാണത്. അതായത് നമ്മൾ തുടങ്ങി വെച്ചു, പക്ഷെ മുമ്പോട്ട് പോകാത്ത അവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും പഴയതിനേക്കാളും കട്ടിയുള്ള ഒരു ഹൃദയമാണ് പിന്നീട് വരുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും സത്യത്തെ നിഷേധിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ വചനത്തെ നിഷേധിക്കുമ്പോൾ, വീണ്ടും വീണ്ടും അടയാളങ്ങൾ അന്വേഷിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കഠിന ഹൃദയമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ മുന്നറിയിപ്പ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിശ്വാസത്താൽ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പതുക്കെ 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 നമ്മുടെ പ്രതികരണശേഷി തന്നെ ഇല്ലാതാകുമെന്നാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത്. അതായത് കൂടുതൽ വഷളായ ഒരവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിശ്വാസത്തെ നിഷേധിക്കുന്നതും നാളെ വിശ്വസിക്കാം എന്ന് ചിന്തിക്കുന്നതും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നതൊക്കെ പിന്നീടൊരു കാലത്ത് ഞാൻ വിശ്വസിച്ചോളാം. ഒത്തിരി ആൾക്കാർ പറയുന്നത് പ്രായമാവട്ടെ, കുറച്ചു കാലം കഴിയട്ടെ, ഇത് തൽക്കാലം മാറ്റി വയ്ക്കാം, സ്നാനം ഇപ്പോൾ വേണ്ട, പിന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങണം, ഇപ്പം വേണ്ട, പിന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്ന ആൾക്കാർ പിന്നെ എന്ന് പറയുന്നൊരു സാധനം പിന്നെ വരത്തില്ല.
അതാണ് ഇവിടുത്തെ പ്രതിസന്ധി. നമ്മൾ ഓരോ പ്രാവശ്യത്തിനും നിഷേധിക്കും തോറും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് കഠിന ഹൃദയമായിട്ട് ദൈവത്തിൽ നകന്നകന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് എപ്പോൾ എന്തെങ്കിലും പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പ്രതികരിക്കുക, അതിനോട് മുൻപോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് മുൻപോട്ട് പോവുകയേയില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ കഠിന ഹൃദയം വീണ്ടും 7 ഇരട്ടി കഠിന ഹൃദയമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ നിങ്ങൾ വിശ്വാസത്തിൽ വന്ന ശേഷം, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ശേഷം, അതായത് വീണ്ടും ജനിച്ച ശേഷമല്ല, ഒരാൾ പറയുന്നു, നിങ്ങൾക്ക് ബോധ്യം വരുന്നു, പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു. രണ്ടാമത് ആ ബോധ്യം വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. വീണ്ടും വീണ്ടും ആ ബോധ്യം വരാൻ പ്രയാസമാണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യം എന്നുള്ളതല്ല, ബുദ്ധിമുട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അടയാളം അന്വേഷിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഓരോ സമയത്തും വർദ്ധിച്ച് വരികയല്ല ചെയ്യുന്നത്, വിശ്വസിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ അടയാളം അന്വേഷിച്ച് അടയാളം കറക്റ്റാണെങ്കിൽ വിശ്വസിക്കാം എന്ന് പറയുമ്പം അത് അവർക്ക് വിശ്വസിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മൾ ഓരോ സമയത്തും ഇത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. വെയിറ്റ് ചെയ്യുന്തോറും നമ്മൾ തളർന്നു പോവുകയുള്ളൂ. ഇതാണ് നമ്മൾ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അടയാളങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ജനം, കർത്താവിനെ എതിർത്തുകൊണ്ടിരുന്ന ജനത്തിന് ഒരു പ്രശ്നമുണ്ട്. എതിർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ എതിർത്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഇന്ന് പലതരത്തിലുള്ള ഡിബേറ്റുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നടക്കുന്നുണ്ട്. ഉപദേശപരമായ ഡിബേറ്റുകൾ, മറ്റു മതങ്ങളുമായിട്ടുള്ള ഡിബേറ്റുകളൊക്കെ. ഈ വേറിട്ട സമൂഹങ്ങൾ തമ്മിൽ ഭയങ്കര വിഷയങ്ങളിൽ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. എന്താ പ്രശ്നം എന്നറിയാം? ഈ ഡിബേറ്റ് വഴി ഒരാളെയും മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വിഷയം, ഒരാൾ യേശുക്രിസ്തു ദൈവമല്ല എന്നൊരു വിഷയമായിട്ട് വരുന്നു. ഞാൻ യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വചനവുമായിട്ട് ചെല്ലുന്നു. ഇദ്ദേഹം ഇരുന്ന് വചനം പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള വചനങ്ങൾ വെച്ച് പുള്ളി റിസർച്ച് ചെയ്യും. അങ്ങനെയുള്ള സൂചനകൾ തോന്നുന്ന വചനങ്ങൾ വെച്ച് പുള്ളി റിസർച്ച് ചെയ്ത് പുള്ളി കൂടുതൽ ആ അവിശ്വാസത്തിൽ അല്ലെങ്കിൽ ദുരുപദേശത്തിൽ സ്ട്രോങ് ആവും. പിന്നെ ഇവരുടെ നമ്മൾ തർക്കിക്കുന്തോറും അവരുടെ ഫീൽഡ് ഉറപ്പിക്കാൻ വേണ്ടി അവർ കൂടുതൽ ആ ദുരുപദേശത്തിൽ സ്ട്രോങ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തർക്കവാദങ്ങളിൽ ഏർപ്പെടുന്നത് പറയുന്നത്. കാരണം തർക്കവാദങ്ങൾ ആളുകളെ കഠിന ഹൃദയമുള്ളവരാക്കി മാറ്റും. ഈ ഡിബേറ്റുകളിലെല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പല ആൾക്കാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശം വന്നു കഴിഞ്ഞപ്പോൾ ആ ഹൈപ്പർ ഗ്രേസിനെതിരെ സംസാരിച്ച് അവസാനം കൃപയ്ക്കും എതിരെ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അനേകം മനുഷ്യർ വീണുപോയി. ഈ ന്യായപ്രമാണ വാദത്തിലേക്ക് തന്നെ അവർ തിരിയാനിടയായി. കാരണം നമ്മൾ ഓരോ സമയത്തും സത്യത്തെ നിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, ഒരു ഡിബേറ്റ് തലത്തിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നീട് അത് വിട്ടുകളയാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം വി വിൽ ഓൺ ഇറ്റ്, ഇതെൻ്റെ ഉപദേശമാണ് എന്ന രീതിയിൽ വരും. പിന്നെ അതിനെ വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ ഈഗോ അതുപോലെയാണ്. അത് തന്നെ സത്യത്തിൻ്റെ വെളിപ്പാട് വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തണുത്തു പോവുകയുള്ളൂ. ഒരിക്കലും നാളെ ഒരു നല്ല സമയം ഉണ്ടാവുകയില്ല. എപ്പോഴും ഇന്നാണ് സുപ്രസാദകാലം. നാളെ ഒരു നല്ല സമയം വിശ്വസിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ മൊമെൻറ്റിലും ആ ടൈം ഇപ്പോഴാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു വിഷയം കൂടെ ഉണ്ട് ഈ അധ്യായത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ലൈഫിലെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. അപ്പോൾ ശരിക്കും ഈ അമ്മയും സഹോദരന്മാർക്കും കർത്താവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാം, സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഒരു നല്ല അവസരമല്ലേ സ്വന്തം കുടുംബത്തെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടി? സംസാരിക്കാമല്ലോ, അവരോട് കുറച്ചുകൂടെ സ്നേഹത്തോടെ ഇടപെട്ട്, ആണോ അതെ എൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു, വാ കയറി വാ എന്ന് പറഞ്ഞില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ആരാണ് എൻ്റെ അമ്മ? എൻ്റെ അമ്മ ആർ? എൻ്റെ സഹോദരന്മാർ ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എത്രയോ ആൾക്കാർ അപ്പനിഷ്ടമില്ല, അമ്മയ്ക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നറിയോ? എത്രയോ പേര്. കർത്താവ് പറയാണ്, ശരിക്കും ആരാണ് ഈ അമ്മ, ആരാണ് സഹോദരങ്ങൾ? ഉദരത്തിൽ വഹിച്ച് ജന്മം കൊടുത്ത അമ്മയല്ല. കർത്താവ് പറയാണ്, ഈ ഇരിക്കുന്ന പുരുഷാരത്തിലാണ് ഈ അമ്മയും സഹോദരന്മാരും ഉള്ളത്. അതായത് ദൈവത്തെ അംഗീകരിക്കുന്നവർ മാത്രമേ ശാശ്വതമായി സഹോദരങ്ങളാകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ എൻ്റെ സഹോദരനാണ്. ഒരു വീട്ടിൽ താമസിക്കേണ്ടവരാണ്, ഒരേ തേജസ് പ്രാപിക്കേണ്ടവരാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ സഹോദരങ്ങൾ
നമ്മുടെ വിശ്വാസം പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മൾ രണ്ട് സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താൽക്കാലിക സഹോദരങ്ങളാണ്, എന്നാൽ നിത്യമായ ഒരു സാഹോദര്യമല്ല അത്. അപ്പോൾ കർത്താവ് പറയാണ്, നിത്യമായ സാഹോദര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആര് വിശ്വസിക്കുന്നോ അവരാണ് ശരിക്കും എന്നേക്കുമുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങൾ, അന്ത്യം വരെയും നിലനിൽക്കുന്ന, നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. അതിനർത്ഥം മറ്റുള്ളവരുമായിട്ട് ബന്ധം വേണ്ട എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ ബന്ധമാണ് ശരിക്കും എന്നേക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരവർഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഇത്രയും പഠിപ്പിക്കലുകളിലേക്ക് നമ്മൾ നോക്കി അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സീക്കിംഗ് ഗോഡ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ദൈവം നമ്മളെ അയക്കുന്നത്. അമ്മയും സഹോദരന്മാരെ സ്നേഹിക്കാതിരിക്കുന്നതല്ല അത്. ദൈവത്തിൻ്റെ ഇഷ്ടം അതിനേക്കാളും മുകളിലാണ്. ഇന്ന് പല സഭകളിലും പ്രിയ സഹോദരങ്ങളെ, പാസ്റ്ററിനെ പ്രസാദിപ്പിച്ചാൽ പോരാ, പാസ്റ്റർ അമ്മയും കൂടെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ സഭയിൽ കടന്നു പോവുള്ളൂ. അവരുടെ മക്കളെ ഉൾപ്പെടെ അവരെല്ലാം ആ കുടുംബമാണ് സഭ നടത്തുന്നത്. കോളിംഗ് ഉള്ള കൃപാവരമുള്ള ആ ഒരാളല്ല, കൃപാവരമല്ല, കുടുംബമാണ്. കുടുംബ പ്രോപ്പർട്ടി പോലെയാണ് ഇന്ന് സഭകൾ നടക്കുന്നത്. സഹോദരങ്ങൾ, ഒരുപക്ഷെ ഭർത്താവിന് കൃപാവരം ഉണ്ടായിരിക്കാം, ഭാര്യയ്ക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. ശുശ്രൂഷാവരം ഉണ്ടാവണം നിർബന്ധമില്ല. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രൊഫറ്റിക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കാം, ഭർത്താവിന് ആ ഗിഫ്റ്റ് ഉണ്ടാവണം നിർബന്ധമില്ല. അവരെല്ലാവരും കൂടെ ശുശ്രൂഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജഡവും ആത്മാവും എല്ലാം കൂടെ ഇറങ്ങിയായിരിക്കും ശുശ്രൂഷിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സഭയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളൊന്നുമില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന അവരാണ് ശരിക്കും അപ്പനും അമ്മയും സഹോദരങ്ങളും. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും നമ്മൾ കരുതുകയും വേണം. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ നല്ല സാക്ഷ്യം വഹിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകണം. പക്ഷേ നമ്മൾ ഒരു കാര്യവും കൂടെ അതിൻ്റെ മുകളിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിത്യമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിലുള്ള ബന്ധങ്ങളാണ്. ആത്മാവിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഭൂമി ഒഴിഞ്ഞു പോയാലും സഹോദരങ്ങൾ കർത്താവിൽ ഒരു ശരീരമാണ്. അവർ എന്നെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സഭയിലുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ശരിക്കും നമ്മുടെ സഹോദരങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പുതിയ ജീവനിലെ, പുതിയ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പഴയ ജീവിത തത്വങ്ങളല്ല പുതിയ ജീവിത തത്വങ്ങൾ. ഇവിടെ കർത്താവാണ് എല്ലാറ്റിനും കേന്ദ്രമായിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അവൻ്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളെല്ലാം കർത്താവ് നമുക്ക് തന്നവരാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളെല്ലാം ശരിക്കും ഈ സമൂഹത്തിനകത്തുണ്ട്. അവരെ ആത്മീകമായി ശുശ്രൂഷിക്കുവാൻ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള അനേകം സഹോദരങ്ങൾ നമ്മുടെ തന്നെ സഹോദരങ്ങളാണ്. അവരുടെ സൂക്ഷിപ്പുകാരായിട്ടാണ് നമ്മെ കർത്താവ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവ് നമ്മളെ പഠിപ്പിച്ച അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തണുത്തു പോകുന്ന ആൾക്കാരെ പോലെയല്ല, ജീവനുള്ളവരായി മാറി ആ ഒരു സാഹോദര്യത്തിനകത്ത് പരസ്പരം പങ്കുവയ്ക്കാനുള്ള ആത്മീകമായ ഊഷ്മളത, ആത്മീകമായ ആ സന്തോഷങ്ങളെ ധാരാളം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന കർത്താവെ, ആ പുതിയ കാഴ്ചകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇന്നലെ വരെ നോക്കിക്കൊണ്ടിരുന്ന പോലെ അല്ല കർത്താവെ, ഞങ്ങൾ അങ്ങയെ നോക്കുന്നത്, ഞങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ നോക്കുന്നത് എല്ലാം കർത്താവെ അങ്ങയുടെ കണ്ണുകളിലൂടെയാണ്. കർത്താവെ, അവിടെ കൃപ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപിക്കുകയും അധികാരമെടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ തന്നെ കാഴ്ച നൽകണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.